FACT കാർഷിക ഈ പരിപാടിയുടെ സഹകരണം फर्टिलाइजर्स एंड केमिकल्स ट्रावनकोर लिमिटेड उद्योगमंडल एर्नाकुलम। लेकिन मैं किसान भाई बहनों को भी कहूंगा कि आपको भी मेरी मदद करनी होगी, और वो मेरी मदद है इतना ही नहीं, मेरे किसान भाई बहन आपकी भी मदद है, और वो है ये धरती माता को बचाना। हम धरती माता को अगर नहीं बचाएंगे तो यूरिया की कितने ही थैले डाल दे, ये धरती मां हमें कुछ नहीं देगी। और इसलिए जैसे शरीर में बीमारी हो जाए तो दवाई भी हिसाब से लेनी पड़ती है। 2 गोली की जरूरत है, 4 गोली खा लें तो शरीर को फायदा नहीं नुकसान हो जाता है। वैसा ही ये धरती मां को भी अगर हम जरूरत से ज्यादा, पड़ोस वाला ज्यादा बोरी डालता है इसलिए मैं भी बोरी डाल दूं, इस प्रकार से अगर करते रहेंगे तो ये धरती मां हमसे रूठ जाएगी। यूरिया खिला खिला करके हमें धरती माता को मारने का कोई हक नहीं है। ये हमारी मां है, हमें उस मां को भी बचाना है। ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FACT ഉദ്യോഗമണ്ഡൽ എറണാകുളം. പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ, രാസവളങ്ങളുടെ പ്രധാനമായും യൂറിയയുടെ അഭാവത്തെക്കുറിച്ച് ദിനംപ്രതി വാർത്താ മാധ്യമങ്ങളിലും മറ്റും വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ശരിക്കും ഈ ഒരു അളവിൽ യൂറിയയുടെ ആപ്ലിക്കേഷൻ നമ്മുടെ മണ്ണുകൾക്ക് വേണോ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. യൂറിയയുടെ അമിത ഉപയോഗം വിളകൾക്കും മണ്ണിനും പരിസ്ഥിതിക്കും മനുഷ്യന്റെ ആരോഗ്യത്തിനും ദോഷകരമാണ്. ഫോസ്ഫറസ്, പൊട്ടാസ്യം തുടങ്ങിയ മറ്റ് നിർണായക പോഷകങ്ങളെ സന്തുലിതമാക്കാതെ നൈട്രജനു വേണ്ടി യൂറിയയെ അമിതമായി ആശ്രയിക്കുന്നതാണ് അമിത പ്രയോഗത്തിന് പലപ്പോഴും കാരണം. ഇത് ചെടികൾക്ക് കേടുപാടുകൾ വരുത്താനും വിളവ് കുറയ്ക്കാനും വെള്ളവും വായുവും മലിനമാക്കാനും ഇടയാക്കും. മറ്റു രാസവളങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ യൂറിയയുടെ വില പലപ്പോഴും കുറവാണ്. ഒരു ബാഗിന് 266 രൂപ എന്നത് പലപ്പോഴും കുറവാണ് എന്ന ഒറ്റൊരു ഘടകം വെച്ച് മാത്രമാണ് നമ്മൾ പലപ്പോഴും യൂറിയയെ ഇത്രയധികം ഉപയോഗിക്കുന്നത്. യൂറിയ എന്ന് പറയുന്നത് ഒരു സ്ട്രൈറ്റ് ഫെർട്ടിലൈസറാണ്. അതായത് നൈട്രജൻ എന്ന് പറയുന്ന ഒരു മൂലകം മാത്രമാണ് ഇത് സസ്യത്തിന് പ്രദാനം ചെയ്യുന്നത്. ഈ നൈട്രജൻ പ്രദാനം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂറിയയെ മാത്രം ആശ്രയിക്കേണ്ട ഒരു സാഹചര്യമില്ല. അനവധി സോഴ്സുകളിൽ നിന്ന് നമുക്ക് ഈ നൈട്രജൻ ലഭ്യമാവുന്നതാണ്. മറ്റു രാസവളങ്ങളായ NPK അടങ്ങിയിരിക്കുന്ന കോംപ്ലക്സ് വളങ്ങൾ, ഓർഗാനിക് വളങ്ങൾ, നാനോ വളങ്ങൾ, ബയോ ഫെർട്ടിലൈസേഴ്സ് ഇവയിലെല്ലാം തന്നെ ചെടിക്ക് ആവശ്യമായ രീതിയിൽ നൈട്രജന്റെ അളവ് അടങ്ങിയിട്ടുണ്ട്. അമിതമായ യൂറിയ വളപ്രയോഗം മൂലം സസ്യങ്ങളെ ബാധിക്കുന്ന ദോഷങ്ങൾ. അമിതമായ യൂറിയയിലെ ഉയർന്ന ഉപ്പിന്റെ അളവ് മണ്ണിന്റെ ഓസ്മോട്ടിക് മർദ്ദം വർദ്ധിപ്പിക്കുന്നു. ഇത് വെള്ളത്തിന്റെ ഒഴുക്കിനെ വിപരീത ദിശയിലാക്കുകയും ചെടിയുടെ വേരുകൾക്ക് നിർജ്ജലീകരണം സംഭവിക്കുകയും ചെയ്യുന്നു. സസ്യങ്ങളുടെ വേരുകൾക്ക് കേടുപാടുകൾ സംഭവിക്കാനും നശിക്കാനും സാധ്യതയാണ്. ഉയർന്ന അളവിലുള്ള യൂറിയ പ്രത്യേകിച്ച് വിത്തുകൾക്കോ വേരുകൾക്കോ സമീപം വെക്കുമ്പോൾ വിഷാംശമുള്ളതും ചെടിയെ നശിപ്പിക്കുന്നതുമാവാം. യൂറിയ മണ്ണിൽ ശരിയായ രീതിയിൽ ചേർത്തില്ലെങ്കിൽ അത് വിഷാംശമുള്ള അമോണിയവാതകമായി മാറും. ഇത് തൈകൾക്കും ഇളം ചെടികൾക്കും ദോഷകരമാണ്. അമിതമായ നൈട്രജൻ ഇലകളുടെ സമൃദ്ധമായ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നു. എന്നാൽ ഇത് ദുർബലമായ തണ്ടുകൾ, പൂവിടാൻ കാലതാമസം, നിലവാരം കുറഞ്ഞ വിളവ് എന്നിവയ്ക്ക് കാരണമാകും. അമിതമായ യൂറിയ ഉപയോഗം വിളകളെ കീടങ്ങൾക്കും രോഗങ്ങൾക്കും കൂടുതൽ ഇരയാക്കുന്നു. അതുപോലെ തന്നെ അമിതമായ യൂറിയ ഉപയോഗം മൂലം മണ്ണിനെ ബാധിക്കുന്ന ദോഷങ്ങൾ. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FACT ഉദ്യോഗമണ്ഡൽ എറണാകുളം. യൂറിയയുടെ വിഘടനം ഹൈഡ്രജൻ അയോണുകളെ പുറത്തുവിടും. ഇത് കാലക്രമേണ മണ്ണിന്റെ pH കുറയ്ക്കുന്നു. ഈ വർദ്ധിച്ച അമ്ലത്വം മറ്റ് അവശ്യ പോഷകങ്ങളുടെ ലഭ്യത കുറയ്ക്കുകയും മണ്ണിരകളെ പോലെയുള്ള ഗുണകരമായ സൂക്ഷ്മാണുക്കൾക്ക് ഹാനികരമാവുകയും ചെയ്യുന്നു. യൂറിയയുടെ അമിത ഉപയോഗം നൈട്രജൻ മാത്രമേ നൽകുന്നുള്ളൂ. ഇത് ഫോസ്ഫറസ്, പൊട്ടാഷ്യം, മറ്റ് സൂക്ഷ്മ പോഷകങ്ങൾ എന്നിവയുടെ കുറവിന് കാരണമാകുന്നു. മണ്ണിന്റെ ഈ അസന്തുലിതമായ ഘടന ചെടിയുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തെ തകരാറിലാക്കുന്നു. യൂറിയയുടെ അമിത പ്രയോഗം മണ്ണിന്റെ ജൈവവസ്തുക്കളുടെ വിഘടനം വേഗത്തിലാക്കുന്നു. ഇത് മണ്ണിന്റെ കാർബൺ അളവ് കുറക്കുന്നു. മണ്ണിന്റെ ഘടന, വായുസഞ്ചാരം, ജലം നിലനിർത്താനുള്ള ശേഷി എന്നിവയെ പ്രതികൂലമായി ബാധിക്കുന്നു.
ചില സൂക്ഷ്മജീവികൾക്ക് വളരാൻ യൂറിയ സഹായിക്കുമെങ്കിലും അമിതമായ യൂറിയ മറ്റുള്ളവയെ അടിച്ചമർത്തുന്നു. ഇത് പോഷകങ്ങളെ ചംക്രമണം ചെയ്യാനും രോഗങ്ങളെ ചെറുക്കാനുമുള്ള മണ്ണിന്റെ സ്വാഭാവിക ശേഷിയെ ദോഷകരമായി ബാധിക്കുന്നു. വരണ്ട പ്രദേശങ്ങളിലോ നീർവാർച്ച കുറഞ്ഞ മണ്ണിലോ യൂറിയയുടെ ആവർത്തിച്ചുള്ള ഉപയോഗം ഉപ്പ് അടിഞ്ഞുകൂടാൻ കാരണമാകും. ഇത് വെള്ളം വലിച്ചെടുക്കാനുള്ള ചെടികളുടെ കഴിവിനെ തടസ്സപ്പെടുത്തുന്നു. പരിസ്ഥിതിയെ ബാധിക്കുന്ന ദോഷങ്ങൾ: നൈട്രസ് ഓക്സൈഡ്, അമോണിയ എന്നിവയുടെ ഉത്പാദനത്തിന് യൂറിയ കാരണമാകുന്നു. ഇത് ഹരിതഗൃഹ വാതകങ്ങളുടെ ഉറവിടമാണ്. നൈട്രസ് ഓക്സൈഡ് ഒരു ശക്തമായ ഹരിതഗൃഹ വാതകമാണ്. ഇത് ഓസോൺ പാളിയുടെ കുറവിനും കാലാവസ്ഥാ വ്യതിയാനത്തിനും കാരണമാകുന്നു. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FECT ഉദ്യോഗമണ്ഡൽ എറണാകുളം. മണ്ണിന്റെ ആരോഗ്യവും ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിനായി വളങ്ങളുടെ സന്തുലിതവും വിവേകപൂർണമായ ഉപയോഗം ഇന്ത്യ ഗവൺമെന്റ് സജീവമായി പ്രോത്സാഹിപ്പിക്കുന്നു. 2014 മുതൽ മണ്ണിന്റെ ആരോഗ്യവും ഫലപുഷ്ടിയും സംബന്ധിച്ച പദ്ധതി സംസ്ഥാനങ്ങളെ സംയോജിത പോഷക മാനേജ്മെന്റ് അഥവാ ഇന്റഗ്രേറ്റഡ് ന്യൂട്രിയൻ മാനേജ്മെന്റ് നടപ്പാക്കുന്നതിൽ സഹായിക്കുന്നു. ദ്വിതീയ സൂക്ഷ്മ പോഷകങ്ങൾ, ജൈവവളങ്ങൾ, ജീവാണുവളങ്ങൾ എന്നിവയ്ക്കൊപ്പം രാസവളങ്ങളുടെ യുക്തിസഹമായ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നു. മണ്ണിന്റെ പോഷക നിലവാരത്തെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങളും മണ്ണിന്റെ ഫലപുഷ്ടത മെച്ചപ്പെടുത്തുന്നതിന് ഉചിതമായ പോഷക അളവുകളെക്കുറിച്ചുള്ള ശുപാർശകളും സോയിൽ ഹെൽത്ത് കാർഡ് പരിപാടി കർഷകർക്ക് നൽകുന്നു. ഈ പദ്ധതി പ്രകാരം 25 കോടിയിലധികം സോയിൽ ഹെൽത്ത് കാർഡുകൾ വിതരണം ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലുടനീളം 93,781 കർഷക പരിശീലനങ്ങൾ, 6.8 ലക്ഷം പ്രദർശനങ്ങൾ, 7,425 കർഷക മേളകൾ, മണ്ണിന്റെ ആരോഗ്യ കാർഡ് ശുപാർശകൾ പ്രോത്സാഹിപ്പിക്കുന്ന ക്യാമ്പയിനുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. പോഷക പരിപാലനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി 1985 വളപ്രയോഗ നിയന്ത്രണ ഉത്തരവ് പ്രകാരം ജൈവവളങ്ങൾ, ജീവാണുവളങ്ങൾ, എണ്ണ ശുദ്ധീകരിച്ച കേക്ക്, ജൈവ കാർബൺ എൻഹാൻസറുകൾ, നാനോ വളങ്ങൾ തുടങ്ങിയ ഇതര വളങ്ങൾ സർക്കാർ വിജ്ഞാപനം ചെയ്തിട്ടുണ്ട്. പരമ്പരാഗത കൃഷി വികാസ് യോജന പോലുള്ള പദ്ധതികളിലൂടെയാണ് ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നത്. 3 വർഷത്തേക്ക് ഒരു ഹെക്ടറിന് 31,500 രൂപ സാമ്പത്തിക സഹായം നൽകുന്നു. വടക്കുകിഴക്കൻ മേഖലയ്ക്കുള്ള മിഷൻ ഓർഗാനിക് മൂല്യ ശൃംഖല വികസനം 3 വർഷത്തേക്ക് ഒരു ഹെക്ടറിന് 46,500 രൂപ, ജൈവ ഉൽപാദനത്തിന് 15,000 രൂപ നേരിട്ടുള്ള ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FECT ഉദ്യോഗമണ്ഡൽ എറണാകുളം. നമസ്കാരം പ്രിയ കർഷക സുഹൃത്തുക്കളെ. കാർഷിക മേഖല കൂടുതൽ സുതാര്യവും ഡിജിറ്റലുമായ മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുന്ന ഫ്രെയിംവർക്ക് ഫോർ ഫെർട്ടിലൈസർ സെയിൽ എന്ന പുതിയ സംവിധാനത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എങ്ങനെ വളത്തിന് അപേക്ഷിക്കാം, എന്തൊക്കെ രേഖകൾ വേണം, എങ്ങനെ QR കോഡ് ലഭിക്കും, വളം എങ്ങനെ കൈപ്പറ്റാം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വളരെ ലളിതമായി നമുക്ക് മനസ്സിലാക്കാം. എന്താണ് FFS അഥവാ ഫ്രെയിംവർക്ക് ഫോർ ഫെർട്ടിലൈസർ സെയിൽ എന്നത് സബ്സിഡി നിരക്കിൽ വളം ലഭിക്കുന്നതിനുള്ള പുതിയ ഡിജിറ്റൽ സംവിധാനമാണ്. ഈ സംവിധാനം ഉപയോഗിച്ചാൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിന്ന് തന്നെ വളത്തിന് അപേക്ഷിക്കാം. നിങ്ങളുടെ ഭൂമിക്ക് കൃഷി ചെയ്യുന്ന വിളയ്ക്കും അനുയോജ്യമായി വളത്തിന്റെ അളവ് അറിയാൻ കഴിയും. സമീപത്തുള്ള വളം വിൽക്കുന്ന ഡീലറെ തിരഞ്ഞെടുക്കാം. അവസാനം QR കോഡും ടോക്കൺ നമ്പറും നമുക്ക് ലഭിക്കും. ഈ QR കോഡ് ഉപയോഗിച്ചാണ് വളം വാങ്ങുന്നത്. QR കോഡിന് 2 ദിവസത്തെ വാലിഡിറ്റിയാണ് ഉള്ളത്. എന്തൊക്കെയാണ് വേണ്ടത്? ഈ ആപ്പ് ഉപയോഗിക്കുന്നതിന് ആവശ്യമായത് ഒരു സ്മാർട്ട് ഫോൺ, ഇന്റർനെറ്റ് സൗകര്യം, ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ, ആധാർ നമ്പർ, കൂടാതെ ഫാർമർ ID ഉണ്ടെങ്കിൽ കൂടുതൽ എളുപ്പത്തിൽ നടപടികൾ പൂർത്തിയാക്കാം. ലോഗിൻ ചെയ്യുന്നത് എങ്ങനെ? ആപ്പ് തുറന്ന ശേഷം ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന ബട്ടൺ അമർത്തുക. ശേഷം നിങ്ങളുടെ സംസ്ഥാനം തിരഞ്ഞെടുക്കുക. ഇനി 2 മാർഗങ്ങളുണ്ട്. ഒന്നാമത്തേത് ഫാർമർ ID ഉപയോഗിച്ച് ഫാർമർ ID നൽകുക. ഒരു OTP ലഭിക്കും. ആ OTP നൽകി വെരിഫൈ ചെയ്യുക. ഇതോടെ നിങ്ങളുടെ ഭൂമിയുടെ വിവരങ്ങൾ സ്വയം ലഭ്യമാകും. ഫാർമർ ID ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട. ആധാർ നമ്പർ ഉപയോഗിച്ചും ലോഗിൻ ചെയ്യാം. ആധാർ നമ്പർ നൽകുക. OTP നൽകി സ്ഥിരീകരിക്കുക. അഗ്രി സ്റ്റോക്കിൽ രജിസ്റ്റർ ചെയ്ത കർഷകരുടെ ഭൂമിയുടെ വിവരങ്ങൾ അതിൽ കാണിക്കും. അഗ്രി സ്റ്റോക്കിൽ രജിസ്റ്റർ ചെയ്യാത്തവർക്ക് ആയി ഇനി ഭൂമിയുടെ വിവരങ്ങൾ നിങ്ങൾക്ക് തന്നെ ചേർക്കേണ്ടി വരും. ഭൂമിയുടെ വിവരങ്ങൾ എങ്ങനെയാണ് ഈ ഘട്ടത്തിൽ ചേർക്കേണ്ടത്? നിങ്ങൾ ഭൂമിയുടെ ഉടമയാണോ?
അല്ലെങ്കിൽ പാട്ടകൃഷി ചെയ്യുന്ന ആളാണോ എന്നിവ തിരഞ്ഞെടുക്കണം. ശേഷം സർവേ നമ്പർ, ഗ്രാമം, ജില്ല, ഭൂമിയുടെ വിസ്തീർണം എന്നിവ കൃത്യമായി രേഖപ്പെടുത്തണം. ശേഷം ഫെച്ച് ലാൻഡ് ഡീറ്റെയിൽസ് അമർത്തി വിവരങ്ങൾ പരിശോധിക്കാം. വിവരങ്ങൾ ശരിയാണെങ്കിൽ സബ്മിറ്റ് ചെയ്യുക. ഭൂമിയുടെ പേര് രേഖകളിൽ ഇല്ലെങ്കിൽ ചിലപ്പോൾ ഭൂമിയുടെ രേഖകളിൽ നിങ്ങളുടെ പേര് കാണിക്കണമെന്നില്ല. അത്തരം സാഹചര്യങ്ങളിൽ ആപ്പിൽ നൽകിയിരിക്കുന്ന സൗകര്യം ഉപയോഗിച്ച് ഭൂമിയുടെ വിവരങ്ങൾ സ്വയം ചേർത്ത് അപേക്ഷ സമർപ്പിക്കാം. ഇതിനായി ആവശ്യമായ വിവരങ്ങൾ കൃത്യമായി നൽകുകയും മൊബൈൽ നമ്പർ OTP വഴി സ്ഥിരീകരിക്കുകയും വേണം. വിള തിരഞ്ഞെടുക്കാം. നിങ്ങൾ കൃഷി ചെയ്യുന്ന വിള തിരഞ്ഞെടുക്കണം. ഉദാഹരണത്തിന് നെല്ല്, വാഴ, തെങ്ങ്, പച്ചക്കറികൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിളകൾ. വിള തിരഞ്ഞെടുക്കുന്നതോടെ ആ വിളയ്ക്ക് അനുയോജ്യമായ വളത്തിന്റെ ശുപാർശ സംവിധാനം തയ്യാറാക്കും. ഇനി ആപ്പ് നിങ്ങൾക്ക് ജനറൽ ഫെർട്ടിലൈസർ റെക്കമെൻഡേഷൻ അഥവാ GFR കാണിച്ചു തരും. ഇത് ശാസ്ത്രീയമായ നിർദ്ദേശിക്കുന്ന വളത്തിന്റെ അളവാണ്. നിങ്ങൾ ഈ ശുപാർശ സ്വീകരിക്കാം, അല്ലെങ്കിൽ ആവശ്യാനുസരണം അളവിൽ മാറ്റം വരുത്താനും കഴിയും. തുടർന്ന് ആവശ്യമായ വളത്തിന്റെ ബ്രാൻഡും ബാഗുകളുടെ എണ്ണവും തിരഞ്ഞെടുക്കുക. ഇവിടെ ഫാക്ടം ഫോഴ്സ് ആണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ആഡ് പ്രൊഡക്റ്റ് ഗ്രൂപ്പിൽ NPKs 2020-013 സെലക്ട് ചെയ്യണം. അമോണിയം സൾഫേറ്റ് ആണെങ്കിൽ NPKs 20.500 സെലക്ട് ചെയ്യുക. DAP ആണെങ്കിൽ പ്രൊഡക്റ്റ് ഗ്രൂപ്പ് DAP സെലക്ട് ചെയ്യുക. TSP ആണെങ്കിൽ പ്രൊഡക്റ്റ് ഗ്രൂപ്പ് DAP സെലക്ട് ചെയ്ത ശേഷം പ്രൊഡക്റ്റ് TSP സെലക്ട് ചെയ്യുക. അടുത്ത ഭാഗത്തായി ഡീലറെ തിരഞ്ഞെടുക്കണം. നിങ്ങൾക്ക് വളം ലഭിക്കേണ്ട ഡീലറെ തിരഞ്ഞെടുക്കുക. ഒരു ഡീലറുടെ പക്കൽ എല്ലാ വളങ്ങളും ലഭ്യമാണെങ്കിൽ അതേ ഡീലറെ തിരഞ്ഞെടുക്കാം. വ്യത്യസ്ത വളങ്ങൾ വ്യത്യസ്ത ഡീലർമാരുടെ പക്കലാണെങ്കിൽ ഒന്നിലധികം ഡീലർമാരെ തിരഞ്ഞെടുക്കാനും സാധിക്കും. വളം ആരാണ് വാങ്ങുന്നത്? വളം വാങ്ങാൻ നിങ്ങൾ നേരിട്ട് പോകുന്നുണ്ടോ അല്ലെങ്കിൽ മറ്റൊരാളെ പ്രതിനിധിയായി അയക്കുന്നുണ്ടോ? ഇത് തിരഞ്ഞെടുക്കണം. പ്രതിനിധിയാണെങ്കിൽ അവരുടെ ആധാർ നമ്പറും മൊബൈൽ നമ്പറും നൽകണം. ശേഷം അപേക്ഷ സമർപ്പിക്കുക. അപേക്ഷ സമർപ്പിച്ച ശേഷം QR കോഡ് ജനറേറ്റ് ആവും അഥവാ QR കോഡ് ലഭിക്കും. അപേക്ഷ വിജയകരമായി സമർപ്പിച്ചാൽ നിങ്ങൾക്ക് QR കോഡും ടോക്കൺ നമ്പറും ലഭിക്കും. ഇത് മൊബൈലിൽ സേവ് ചെയ്യുക. ആവശ്യമെങ്കിൽ വാട്സപ്പിൽ വഴിയോ മറ്റേതെങ്കിലും മാർഗത്തിലോ ഷെയറും ചെയ്യാം. വളം കൈപ്പറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്: വളം വാങ്ങാൻ പോകുമ്പോൾ QR കോഡ്, ആധാർ കാർഡ് ഇവ രണ്ടും കൈവശം കരുതുക. ഡീലർ QR കോഡ് പരിശോധിച്ച ശേഷം വളം വിതരണം ചെയ്യും. പുതിയ ഡിജിറ്റൽ സംവിധാനം ആയതിനാൽ ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായി തോന്നിയേക്കാം. എന്നാൽ ഒരിക്കൽ ഉപയോഗിച്ചു തുടങ്ങുമ്പോൾ ഇത് വളരെ എളുപ്പവും സമയലാഭകരവുമായ സംവിധാനമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കും. ഫാർമർ ID ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക. ഇല്ലെങ്കിൽ ആധാർ ഉപയോഗിച്ചും അപേക്ഷിക്കാം. ഭൂമിയുടെ വിവരങ്ങൾ കൃത്യമായി നൽകുക. വിള ശരിയായി തിരഞ്ഞെടുക്കുക. QR കോഡ് സുരക്ഷിതമായി സ്വീകരിക്കുക. QR കോഡിന് 2 ദിവസത്തെ വാലിഡിറ്റി ആണ് ഉണ്ടാവുക. ഒരു പ്രാവശ്യം വളം അപേക്ഷിച്ച ശേഷം 20 ദിവസത്തെ ഇടവേളയിൽ അടുത്ത തവണ നമുക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഈ QR കോഡ് നമുക്ക് ക്യാൻസൽ ചെയ്യാനും ഓപ്ഷൻ ഉണ്ട്. ഇങ്ങനെ ചെയ്താൽ സബ്സിഡി നിരക്കിലുള്ള വളം വേഗത്തിലും സുതാര്യമായും ലഭിക്കാൻ ഈ പുതിയ സംവിധാനം നിങ്ങളെ സഹായിക്കും. സ്മാർട്ട് ഫോൺ ഇല്ലാത്ത കർഷകരുടെ ശ്രദ്ധയ്ക്ക്: നിങ്ങൾക്ക് സ്വന്തമായി സ്മാർട്ട് ഫോൺ ഇല്ലെങ്കിലും വിഷമിക്കേണ്ട. വിശ്വസനീയമായ കുടുംബാംഗത്തിന്റെയോ സുഹൃത്തിന്റെയോ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് അപേക്ഷ സമർപ്പിക്കാം. കൂടാതെ സമീപത്തെ വളം ഡീലർ, കൃഷിഭവൻ അല്ലെങ്കിൽ പൊതുസേവന കേന്ദ്രം എന്നിവരുടെ സഹായവും തേടാം. എന്നാൽ അപേക്ഷയിൽ നൽകുന്ന വിവരങ്ങൾ നിങ്ങളുടേതാണെന്നും ആധാറുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന നിങ്ങളുടെ മൊബൈൽ നമ്പറിൽ വരുന്ന OTP നിങ്ങൾ തന്നെ നൽകി സ്ഥിരീകരിക്കണമെന്നും ശ്രദ്ധിക്കുക. QR കോഡ് ലഭിച്ചാൽ അത് സുരക്ഷിതമായി സൂക്ഷിച്ച് വളം വാങ്ങാൻ പോകുമ്പോൾ കൈവശം കരുതണം. ഇപ്പോൾ വിപണിയിൽ നിന്ന് യഥേഷ്ടം വാങ്ങിക്കൊണ്ടിരിക്കുന്ന യൂറിയ, മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ്, സൂപ്പർ ഫോസ്ഫേറ്റ്, ഡൈ അമോണിയം ഫോസ്ഫേറ്റ്, വിവിധ കോംപ്ലക്സ് വളങ്ങൾ എന്നിവയാണ് ഈ ആപ്പിലൂടെ ബുക്ക് ചെയ്ത് 3 ദിവസങ്ങൾക്കകം കർഷകർ വാങ്ങേണ്ടത്. മറ്റു വളങ്ങൾ, അതായത് കൂട്ടുവളങ്ങളും എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് തുടങ്ങിയ വിവിധ ജൈവ വളങ്ങളും മറ്റു സൂക്ഷ്മ പോഷക വളങ്ങളും സ്പെഷ്യാലിറ്റി വളങ്ങളും ഒന്നും ഈ ആപ്പിലൂടെ വാങ്ങേണ്ടതില്ല. സബ്സിഡി ലഭിക്കുന്ന വളങ്ങൾ മാത്രമേ ആപ്പിലൂടെ വാങ്ങുവാൻ സർക്കാർ നിർദ്ദേശിക്കുന്നുള്ളൂ. വർദ്ധിച്ച സബ്സിഡി നൽകി വരുന്ന രാസവളങ്ങൾ കാർഷിക ഇതര ആവശ്യങ്ങൾക്ക് പോകാതിരിക്കാനുള്ള ഒരു ഉപാധിയായും
കർഷകർ കൃഷി ഇറക്കുന്ന സമയത്ത് അവർക്ക് ആവശ്യമുള്ള വളങ്ങൾ നേരത്തെ തന്നെ സംഭരിച്ചു വെക്കാനുമുള്ള ഒരു മാർഗവുമായിട്ടാണ് ഈ ആപ്പ് സംവിധാനം ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഏതൊക്കെ സബ്സിഡി വളങ്ങൾ ഏതൊക്കെ കടകളിൽ ഇന്ന് സ്റ്റോക്ക് ഉണ്ട് എന്നുള്ളതൊക്കെ ഈ ആപ്പിലൂടെ കർഷകർക്ക് വീട്ടിലിരുന്ന് അറിയുവാൻ സാധിക്കും. അങ്ങനെയുള്ള സ്റ്റോക്കിൽ നിന്നും കർഷകർക്ക് ആപ്പിലൂടെ രജിസ്റ്റർ ചെയ്ത് ബുക്ക് ചെയ്ത വളങ്ങൾ 3 ദിവസങ്ങൾക്കകം അവിടെ പോയിട്ട് വാങ്ങുവാനും ഉള്ള സംവിധാനവും ലഭിക്കുന്നു. നിലവിൽ ചാക്കുകളിൽ ഉള്ള അളവുകൾ കണക്കാക്കി മാത്രമേ ഈ ആപ്പിലൂടെ വളങ്ങൾ വാങ്ങുവാനായി സാധിക്കുകയുള്ളൂ. യൂറിയ 45 കിലോയും മറ്റു വളങ്ങൾ 50 കിലോയും ആക്കിയാണ് ചാക്കുകളിൽ നിറച്ചു വരുന്നത്. ഇതിൽ കുറഞ്ഞ അളവുകളിലുള്ള വളങ്ങൾ ഈ ആപ്പിലൂടെ വാങ്ങുവാൻ ഇപ്പോൾ കഴിയില്ല. അഗ്രി സ്റ്റാക്കിൽ രജിസ്റ്റർ ചെയ്ത കർഷകർക്ക് കാര്യമായ പ്രയാസങ്ങൾ ഇല്ലാതെ ഈ ആപ്പിലൂടെ വിവരങ്ങൾ കൊടുക്കാം. അഗ്രി സ്റ്റാക്കിൽ രജിസ്റ്റർ ചെയ്യാത്ത കർഷകർക്കും ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് തങ്ങളുടെ കൃഷിയിടങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ആപ്പിൽ കൊടുക്കാം. അവിടെ നടക്കുന്ന ഓരോ കൃഷിക്കും ആവശ്യമുള്ള പൊതു ശുപാർശ അനുസരിച്ചുള്ള നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവ ലഭിക്കുന്ന രാസവളങ്ങൾ കർഷകർക്ക് ലഭിക്കുകയും ചെയ്യും. എന്നാൽ ആവശ്യത്തിലധികം രാസവളങ്ങൾ കർഷകർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. പാലക്കാട്, ആലപ്പുഴ ജില്ലകളിലുള്ള കർഷകർ എത്രയും വേഗം ഈ FFS ആപ്പ് തങ്ങളുടെ മൊബൈൽ ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് നിശ്ചിത വിവരങ്ങൾ കൊടുക്കുക. അവരുടെ കൃഷി ഓഫീസുകൾ വഴിയും റീറ്റെയിൽ ഫെർട്ടിലൈസർ ഷോപ്പ് വഴിയും രാസവളം ഉൽപാദന കമ്പനികളുടെ പ്രതിനിധികൾ വഴിയും ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുവാനുള്ള സഹായം ലഭ്യമാവും. നിലവിൽ ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ ഉള്ള ഫോണുകളിൽ മാത്രമേ ഈ ആപ്പ് ലഭ്യമാവൂ. ആപ്പിൾ ഫോണിൽ ഇപ്പോൾ ഈ ആപ്പ് ലഭ്യമല്ല. എന്റെ വളം എന്റെ അവകാശം. സുഹൃത്തുക്കളെ, മൈ ഫെർട്ടിലൈസർ മൈ റൈറ്റ്, എന്റെ വളം എന്റെ അവകാശം എന്ന ലക്ഷ്യത്തിലേക്കുള്ള ഭാരത സർക്കാരിന്റെ ഏറ്റവും വലിയൊരു ചുവടുവയ്പാണിത്. രാജ്യത്തെ കാർഷിക വികസനത്തിനായുള്ള വലിയ പദ്ധതികൾ കൃത്യമായി രൂപപ്പെടുത്താൻ സർക്കാരിന് ഈ വിവരങ്ങൾ സഹായിക്കും. നമ്മുടെ രാജ്യം ഡിജിറ്റലായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. റേഷൻ കാർഡും ബാങ്ക് അക്കൗണ്ടും ഒക്കെ ഡിജിറ്റലായതുപോലെ നമ്മുടെ കാർഷിക മേഖലയും മാറുകയാണ്. നാളെ ഒരു കൃഷിനാശം ഉണ്ടായാലോ അല്ലെങ്കിൽ സർക്കാരിന്റെ മറ്റെന്തെങ്കിലും ആനുകൂല്യങ്ങൾ വരികയോ ചെയ്താൽ ഈ ആപ്പിലുള്ള നിങ്ങളുടെ കൃത്യമായ വിവരങ്ങൾ നോക്കി സർക്കാരിന് വേഗത്തിൽ സഹായങ്ങൾ നിങ്ങളിലേക്ക് ഡയറക്റ്റായി എത്തിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ പുതിയ മാറ്റത്തെ കർഷകരായ നമ്മൾ ഇരുകൈയും നീട്ടി സ്വീകരിക്കണം. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FECT ഉദ്യോഗമണ്ഡൽ എറണാകുളം. അടുത്തതായി FACTയിൽ നിന്ന് കർഷകർക്ക് ലഭിക്കുന്ന രാസവളങ്ങളും അതുപോലെ ജൈവവളങ്ങളെയും പറ്റി പരിചയപ്പെടാം. ഭാരത് NPK 20-20-013 ഫാക്ടിന്റെ സ്വന്തം ഉൽപ്പന്നമായ ഫാക്ടംഫോസ് ഇപ്പോൾ അതേ ഇരട്ട ആന ബ്രാൻഡ് ചിഹ്നത്തിൽ ഫാക്ടിൽ നിന്ന് ഭാരത് NPK 20-20-013 ആയി ലഭിക്കുന്നതാണ്. 5 പതിറ്റാണ്ടിലേറെയായി അതേ ഗുണമേന്മയിൽ കൊച്ചിയിലെ അമ്പലമേട് ഉദ്യോഗമണ്ഡലിൽ വളം നിർമ്മാണശാലയിൽ നിന്ന് ഈ ഉൽപ്പന്നം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. 60% അമോണിയം സൾഫേറ്റിന്റെയും 40% അമോണിയം ഫോസ്ഫേറ്റിന്റെയും രാസ സംയോജനമായ ഈ ഉൽപ്പന്നം സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ നൈട്രജൻ, ഫോസ്ഫറസ് എന്നീ 2 പ്രധാന പോഷകങ്ങൾ 20% വീതം നൽകുന്നു. കൂടാതെ ഇന്ത്യൻ മണ്ണിൽ നിർണായക മൂലകമായ സൾഫറും 13% വീതം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് ഗുണനിലവാരവും വിളവ് മെച്ചപ്പെടുത്തുന്നതിനും സഹായകരമാകുന്നു. നൈട്രജനും ഫോസ്ഫറസും രാസപരമായി കലർന്നതിനാൽ സമീകൃത പോഷണവും ഉപയോഗക്ഷമതയും വർദ്ധിക്കും. ഉൽപ്പന്നത്തിൽ ലഭ്യമാകുന്ന നൈട്രജൻ മൂലകം അമോണിയക്കൽ രൂപത്തിനായതിനാൽ ബാഷ്പീകരണം വഴി ഉണ്ടാകുന്ന പോഷകനഷ്ടം കുറയ്ക്കുകയും ഫോസ്ഫറസ് മൂലകം വെള്ളത്തിൽ ലയിക്കുന്നതിനാൽ വേരുകൾക്ക് പോഷകങ്ങൾ എളുപ്പത്തിൽ ആഗീകരണം ചെയ്യുവാനും സാധിക്കുന്നു. ഫാക്ടംഫോസ് അടിവളമായും മേൽവളമായും ഉപയോഗിക്കാം. ഭാരത് NPK 20.5-00-23 ഫാക്ട് അമോണിയം സൾഫേറ്റ് ഇപ്പോൾ അതേ ഇരട്ട ആന ബ്രാൻഡ് ചിഹ്നത്തിൽ FACTയിൽ നിന്ന് ഭാരത് NPK 20.5-00-23 എന്ന പേരിൽ ലഭ്യമാണ്. 6 പതിറ്റാണ്ടിലേറെയായി FACTയുടെ അതേ ഗുണമേന്മയിൽ കൊച്ചിയിലെ ഉദ്യോഗമണ്ഡലിൽ നിന്നാണ് ഈ ഉൽപ്പന്നം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഉൽപ്പന്നത്തിൽ 20.5% നൈട്രജനും 23% സൾഫറും അടങ്ങിയിരിക്കുന്നു. നൈട്രജനും സൾഫറും ചേർന്ന രാസമിശ്രിതമായ ഈ ഉൽപ്പന്നം ചെടികൾക്ക് ലഭിക്കുന്ന പോഷകങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. വളത്തിൽ അടങ്ങിയിരിക്കുന്ന സൾഫർ മൂലകം വിളകളുടെ വിളവും ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കും. കൂടാതെ സൾഫർ കീടങ്ങളെയും രോഗങ്ങളെയും വിളകളെ ബാധിക്കാതെ പ്രതിരോധിക്കുന്നു. നെല്ല്, വാഴ, കരിമ്പ്, പച്ചക്കറികൾ, കാപ്പി,
തേയില, കുരുമുളക് തുടങ്ങിയ തോട്ടവിളകൾക്ക് അനുയോജ്യമായ വളമാണ് ഈ ഉൽപ്പന്നം. ഭാരത് NPK 20.5-00-23 വസ്തുതയിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജൻ അമോണിയക്ക് രൂപത്തിനായതിനാൽ മണ്ണിൽ നിന്ന് ഒലിച്ചു പോകാതെയും ബാഷ്പീകരണം കുറയ്ക്കുകയും ചെയ്യുന്നു. അമോണിയം സൾഫേറ്റ് ഈർപ്പം ആഗീകരണം ചെയ്യുന്നില്ല, ആയതിനാൽ പോഷകങ്ങൾ നഷ്ടപ്പെടുന്നില്ല. ഭാരത് NPK 15-15-15, FACT NPK 15-15-15 എന്ന അളവിൽ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നീ 3 പ്രധാന പോഷകങ്ങൾ 15% വീതം തുല്യ അളവിൽ അടങ്ങിയിരിക്കുന്നു. NPK 15-15-15ന്റെ പ്രയോഗം മൂലം വിളകളുടെ വളർച്ച, വേര് വികസനം, മെച്ചപ്പെട്ട വിളവ് എന്നിവ വർദ്ധിപ്പിക്കുന്നു. നൈട്രജൻ വിളകളുടെ വളർച്ചയ്ക്കും ഫോസ്ഫറസ് വേരുകളുടെ വികസനം വർദ്ധിപ്പിക്കുവാനും പൊട്ടാസ്യം രോഗപ്രതിരോധത്തിനും വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും സഹായിക്കുന്നു. കൂടാതെ 3 പോഷകങ്ങളും മൊത്തത്തിലുള്ള വളർച്ചയ്ക്ക് വിളവ് ഉറപ്പിക്കുന്നതിനും പ്രധാന പങ്ക് വഹിക്കുന്നു. ഈ വളങ്ങൾ ചെറിയ കൃഷിയിടങ്ങളിൽ അല്ലെങ്കിൽ അടുക്കള തോട്ടങ്ങൾക്ക് അനുയോജ്യമാണ്. ഈ വളം ഫാക്ട് സ്ഥാപനത്തിന്റെ ഇരട്ട ആനമുദ്രയിൽ കർഷകർക്ക് വിതരണം ചെയ്യപ്പെടുന്നു. FACTയിൽ നിന്നും ഭാരത് MOP. FACT MOPയിൽ 60% പൊട്ടാഷ് അടങ്ങിയിട്ടുണ്ട്. ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ പ്രധാന പോഷകങ്ങളിൽ ഒന്നാണ് പൊട്ടാഷ്. കീടങ്ങൾക്കും രോഗങ്ങൾക്കും എതിരെയുള്ള പ്രതിരോധം വർദ്ധിപ്പിക്കാനും നൈട്രജൻ വളങ്ങളുടെ അമിതമായ ഉപയോഗത്തിൽ നിന്ന് ഉണ്ടാകുന്ന അസന്തുലിതാവസ്ഥ പരിഹരിക്കാനും വരൾച്ചയിൽ നിന്ന് വിളകളെ സംരക്ഷിക്കാനും പൊട്ടാഷ് സഹായിക്കുന്നു. ധാന്യങ്ങളുടെ വലിപ്പവും വിളവിന്റെ ഗുണനിലവാരവും വർദ്ധിപ്പിക്കാൻ പൊട്ടാസ്യം സഹായിക്കുന്നു. നിലക്കടല, സൂര്യകാന്തി തുടങ്ങിയ എണ്ണക്കുരുക്കളിൽ എണ്ണയുടെ അളവ് വർദ്ധിപ്പിക്കാൻ പൊട്ടാസ്യം സഹായിക്കുന്നു. പൊട്ടാഷ് വളം ഫാക്ട് സ്ഥാപനത്തിന്റെ ഇരട്ടാന മുദ്രയിൽ കർഷകർക്ക് വിതരണം ചെയ്യപ്പെടുന്നു. വാഴ, നെല്ല്, കരിമ്പ്, പച്ചക്കറികൾ തുടങ്ങിയ എല്ലാ വിളകൾക്കും പൊട്ടാസ്യം ഉപയോഗിക്കാവുന്നതാണ്. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FACT ഉദ്യോഗമണ്ഡൽ എറണാകുളം. പ്രിയ കർഷക സുഹൃത്തുക്കളെ, ഐക്യരാഷ്ട്രസഭ 2026 അന്താരാഷ്ട്ര വനിതാ കർഷക വർഷമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വനിതകളിലൂടെ കാർഷിക മുന്നേറ്റവും കാർഷികോൽപാദന വർധനവും ലക്ഷ്യമിട്ട് സ്ത്രീ ശാക്തീകരണത്തിലൂടെ സുസ്ഥിര കാർഷിക വികസനം എന്നതാണ് ആത്യന്തികമായ ഉദ്ദേശ്യലക്ഷ്യം. ലോകത്തെവിടെയും കൃഷി പുരുഷ കേന്ദ്രീകൃതമാണ്. ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തിന്റെ കാര്യത്തിൽ പോലും ഈ വ്യത്യാസം പ്രകടമാണ്. കേരളത്തിലും ഭൂമിയുമായി ബന്ധപ്പെട്ട രേഖകളിലടക്കം പുരുഷന്മാരുടെ ജോലി സ്വസ്ഥം കൃഷി എന്നാണ് ചേർത്തിരുന്നത്. എന്നാൽ സ്ത്രീകളുടെ കാര്യം വരുമ്പോൾ സ്വസ്ഥം ഗൃഹഭരണം എന്നുമാണ് രേഖപ്പെടുത്തുക. എന്നാൽ കൃഷിയുടെ എല്ലാ തലങ്ങളിലും പുരുഷന്മാർക്കൊപ്പം തന്നെ സ്ത്രീകളുടെയും പങ്കും പങ്കാളിത്തവും ഉണ്ടായിരുന്നു. ഐക്യരാഷ്ട്രസഭയുടെ വനിതാ കർഷക വർഷ പ്രഖ്യാപനത്തിന് കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഇന്ത്യയിലെ താരതമ്യേന ചെറിയ സംസ്ഥാനമായ കേരളം കാർഷികാഭിവൃദ്ധി ലക്ഷ്യമാക്കി സ്ത്രീകളുടെ സാന്നിധ്യം ഉറപ്പാക്കിക്കൊണ്ടുള്ള ഒട്ടേറെ പദ്ധതികളാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. കേരളത്തിൽ കൃഷിവകുപ്പ് നടപ്പാക്കിയതും ഇപ്പോൾ നടപ്പാക്കുന്നതുമായ വനിതാ പങ്കാളിത്ത പദ്ധതികൾ ഇതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ്. കാർഷികോത്പാദനത്തിൽ പ്രതീക്ഷാനുസൃതമായ മുന്നേറ്റമുണ്ടാക്കുവാൻ കഴിയുന്നില്ലെങ്കിലും കാർഷികാധിഷ്ഠിത സംരംഭങ്ങളിലൂടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിലും വിപണനത്തിലും മറ്റും ശ്രദ്ധേയമായ പുരോഗതി നേടാൻ കേരളത്തിനായിട്ടുണ്ട്. സ്ത്രീ ശാക്തീകരണത്തിന്റെ ലോകോത്തര മാതൃകയായ കുടുംബശ്രീ മിഷൻ കാർഷിക മേഖലയിലും വലിയ ഇടപെടലാണ് നടത്തിയിട്ടുള്ളത്. തരിശിട്ടിരിക്കുന്ന ഭൂമി പാട്ടത്തിനെടുത്ത് കുടുംബശ്രീ കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തുടനീളം പച്ചക്കറികളും കിഴങ്ങുവർഗ്ഗങ്ങളും പുഷ്പകൃഷിയും വാഴകൃഷിയും മറ്റും വിപണനാടിസ്ഥാനത്തിൽ നടക്കുന്നുണ്ട്. കൃഷിയിലെ സ്ത്രീ പങ്കാളിത്തത്തിന്റെ അനുകരണീയമായ സാക്ഷ്യമാണിത്. വിമൺ ഇൻ അഗ്രികൾച്ചർ, ഞങ്ങളും കൃഷിയിലേക്ക്, കൃഷിക്കൂട്ടം, പോഷക സമൃദ്ധി മിഷൻ തുടങ്ങിയിട്ടുള്ള കൃഷി വകുപ്പിന്റെ വിവിധ പദ്ധതികളിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വളരെയേറെയാണ്. കൃഷി അനുവർത്തന മുറകളിൽ ഡ്രോൺ ഉപയോഗപ്പെടുത്തുന്നതിൽ പരിശീലനം നേടിയവർ, സ്വന്തം ഡ്രയറിൽ കൊപ്രയുണ്ടാക്കി സ്വന്തമായ ബ്രാൻഡിൽ വെളിച്ചെണ്ണയും ഉരുക്കു വെളിച്ചെണ്ണയും ഉത്പാദിച്ചു വിപണനം നടത്തുന്നവർ, കൂൺ കൃഷി നടത്തി കൂണിനും കൂൺ ഉൽപ്പന്നങ്ങൾക്കും വിപണി കണ്ടെത്തുന്നവർ, തേനീച്ച വളർത്തൽ ജീവനോപാധിയാക്കി തേനും മറ്റു ഉൽപ്പന്നങ്ങളും വിൽപ്പന നടത്തുന്നവർ തുടങ്ങിയ കേരളത്തിൽ കൃഷിയുടെ സമസ്ത മേഖലകളിലും സ്ത്രീകളുടെ കാർഷിക സംരംഭകത്വ വിജയഗാഥകൾ ഒട്ടനവധിയാണ്. മാത്രമല്ല, ഇതിലൂടെ കർഷകോത്പാദനം സാധ്യമാക്കുന്നു എന്ന പ്രത്യക്ഷ നേട്ടത്തിലുപരി സാമൂഹ്യ പുരോഗതിക്കും കുടുംബങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും ഒരുമയുടെ സന്തോഷം സന്നിവേശിപ്പിക്കുന്നതിനും സ്ത്രീകളുടെ നേതൃത്വ പാടവശേഷി ഉയർത്തുന്നതിനുമെല്ലാം കേരളം കൈക്കൊണ്ട സ്ത്രീപക്ഷ സമീപനമാണ് ഇപ്പോൾ ഇത് ഐക്യരാഷ്ട്രസഭയുടെ വനിതാ കർഷക വർഷ പ്രഖ്യാപനത്തിലൂടെ ലോകമാകെ യാഥാർത്ഥ്യമായിരിക്കുന്നത്. കാർഷിക കേരളം ഈ UN പ്രഖ്യാപനത്തെ സകുടുംബ കൃഷിയുടെ പ്രോത്സാഹനത്തിനും വ്യാപനത്തിനുമായി പ്രയോജനപ്പെടുത്തുകയാണ് വേണ്ടത്. വാണിജ്യാടിസ്ഥാനത്തിലുള്ള കൃഷിയേക്കാൾ കേരളീയ സാഹചര്യത്തിൽ കുടുംബ കൃഷിക്കാണ് പ്രാമുഖ്യം നൽകേണ്ടത്.
ആളോഹരി ഭൂവിസ്തൃതിയുടെ പരിമിതിയടക്കം നിരവധി കാര്യകാരണങ്ങൾ കുടുംബകൃഷിക്കാണ് കേരളത്തിൽ അനുഗുണം. വീട്ടാവശ്യത്തിനുള്ള കായ്കറികളും മറ്റും കുടുംബാംഗങ്ങളെല്ലാം ചേർന്ന് വീട്ടുവളപ്പിൽ സ്വന്തം അധ്വാനത്തിലൂടെ വിളയിച്ചെടുക്കുന്നതിന് വീട്ടമ്മമാർ മുൻകൈയെടുത്ത് മണ്ണിലേക്ക് ഇറങ്ങിയാൽ വീട്ടിലെ കുട്ടികളടക്കം കുടുംബത്തിലെല്ലാവരും തീർച്ചയായും അമ്മമാർക്കൊപ്പം കൂടും. ഏതാണ്ട് 65 ലക്ഷത്തോളം കുടുംബങ്ങൾ കേരളത്തിൽ അധിവസിക്കുന്നു എന്നാണ് കണക്ക്. വീട്ടാവശ്യത്തിനുള്ള വിഷം തീണ്ടാത്ത പച്ചക്കറികളും പഴങ്ങളും വിളയിച്ചെടുക്കുന്ന മണ്ണിൽ തൊട്ട ഒരുമയുടെ നന്മയായി കുടുംബകൃഷി മാറും. നമ്മുടെ ഭക്ഷ്യോത്പാദനത്തിന്റെ ഏകദേശം 70% കുടുംബ കാർഷിക വ്യവസ്ഥയിൽ നിന്നാണെന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. കൃഷിക്കൂട്ടം, ഞങ്ങളും കൃഷിയിലേക്ക്, പോഷക സമൃദ്ധി മിഷൻ തുടങ്ങിയ സംസ്ഥാന കൃഷി വകുപ്പിന്റെ പദ്ധതികളെ സ്ത്രീ പങ്കാളിത്ത കുടുംബകൃഷിക്കും സംഘകൃഷിക്കും അനുഗുണമാക്കി നമുക്ക് മാറ്റാവുന്നതാണ്. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FECT ഉദ്യോഗമണ്ഡൽ എറണാകുളം. ഫാക്ട് DAP പറ്റി നമുക്ക് പരിചയപ്പെടാം. DAP ഡൈ അമോണിയം ഫോസ്ഫേറ്റ്. ഇത് പ്രധാനമായും 2 പോഷകങ്ങൾ അടങ്ങിയ വളമാണ്, ഫോസ്ഫറസും നൈട്രജനും. ഇത് ചെടികളുടെ വളർച്ചയ്ക്കും വേരുകൾക്കും ബലം നൽകുന്നതിനും സഹായിക്കുന്നു. മാത്രമല്ല വിളകളിൽ പ്രോട്ടീൻ ഉൽപാദനത്തെയും ക്ലോറോഫിൽ രൂപീകരണത്തെയും ഇത് സ്വാധീനിക്കുന്നു. അടുത്തതായി DAP ഉപയോഗിക്കുന്നതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വിളവ് വർധനവ്. മണ്ണിൽ ശരിയായ പോഷകങ്ങളും ധാതുക്കളും ഇല്ലാത്ത പ്രദേശങ്ങൾക്ക് DAP വളങ്ങൾ അത്യാവശ്യമാണ്. പോഷകങ്ങൾ ആഗിരണം ചെയ്യാനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നത് വിളവ് ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്ന് അറിയപ്പെടുന്നു. മെച്ചപ്പെട്ട സസ്യവളർച്ച. ചെടികളുടെ വളർച്ചയ്ക്കും വികാസത്തിനും ആവശ്യമായ അവശ്യ പോഷകങ്ങൾ നൽകിക്കൊണ്ട് സസ്യവളർച്ച വർദ്ധിപ്പിക്കുന്നു. കൂടുതൽ സാന്ദ്രീകൃത ഡൈ അമോണിയം ഫോസ്ഫേറ്റ് വളം സസ്യങ്ങളുടെ പ്രകാശ സംശ്ലേഷണത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഉയർന്ന പ്രതിപ്രവർത്തന ശേഷിയുള്ള സംയുക്തം. DAP വളരെ പ്രതിപ്രവർത്തനക്ഷമമായ ഒരു സംയുക്തമാണ്. വെള്ളത്തിൽ വേഗം ലയിക്കുന്നു. സസ്യങ്ങളുടെ വേരുകളിലൂടെ ആഗിരണം ചെയ്യാൻ ഇത് എളുപ്പത്തിൽ ലഭ്യമാണ്. മെച്ചപ്പെട്ട വേര് വികസനം. സസ്യവളർച്ചയ്ക്ക് പ്രധാനമായ ശക്തമായ വേരുകളുടെ വികാസത്തിന് ഫോസ്ഫേറ്റ് അയോൺ അടങ്ങിയ ഫോസ്ഫറസ് അത്യാവശ്യമാണ്. കൂടാതെ ഈ ശക്തമായ വേരുകൾ വളർച്ചയും മറ്റു പരുക്കൻ ജലസാഹചര്യങ്ങളെയും നേരിടാൻ ചെടിയെ സഹായിക്കുന്നു. വരൾച്ചയും മറ്റു പരുക്കൻ ജലസാഹചര്യങ്ങളെയും നേരിടാൻ ഒരു ചെടിയെ സഹായിക്കുന്നു. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FECT ഉദ്യോഗമണ്ഡൽ എറണാകുളം. ഫാക്ട് സിംഗിൾ സൂപ്പർ ഫോസ്ഫേറ്റ്. സസ്യ വളർച്ചയ്ക്ക് ആവശ്യമായ ഫോസ്ഫറസ്, കാൽഷ്യം, സൾഫർ തുടങ്ങിയ പോഷകങ്ങൾ നൽകുന്നത് ഉൾപ്പെടെ നിരവധി ഗുണങ്ങൾ സിംഗിൾ സൂപ്പർ ഫോസ്ഫേറ്റ് വാഗ്ദാനം ചെയ്യുന്നു. അസിഡിറ്റി കുറയ്ക്കുകയും ഘടന മെച്ചപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് മണ്ണിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു. ചെലവ് കുറഞ്ഞതും എളുപ്പത്തിൽ ലഭ്യമായതുമായ വളസ്രോതസ്സാണിത്. കീടങ്ങൾക്കും രോഗങ്ങൾക്കും എതിരായ വിളകളുടെ ഗുണനിലവാരം, വിളവ് പ്രതിരോധം എന്നിവ വർദ്ധിപ്പിക്കുന്നു. എണ്ണക്കുരുക്കൾ, പയർവർഗ്ഗങ്ങൾ, കരിമ്പ് എന്നിവയ്ക്ക് ഇത് പ്രത്യേകിച്ചും ഗുണം ചെയ്യും. കാരണം ഇത് എണ്ണയുടെയും പ്രോട്ടീന്റെയും അളവ് വർദ്ധിപ്പിക്കുന്നു. ആരോഗ്യകരമായ വളർച്ചയ്ക്ക് ആവശ്യമായ ഫോസ്ഫറസ്, കാൽഷ്യം, സൾഫർ എന്നിവ സിംഗിൾ സൂപ്പർ ഫോസ്ഫേറ്റിൽ നിന്ന് ലഭിക്കുന്നു. ഇവ വേരുകളുടെ വികസനത്തിനും വേരുകളുടെ സംവിധാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും വെള്ളത്തിന്റെയും പോഷകങ്ങളുടെയും ആഗിരണം മെച്ചപ്പെടുത്തുന്നതിനും സഹായിക്കുന്നു. ഫാക്ട് സിംഗിൾ സൂപ്പർ ഫോസ്ഫേറ്റിൽ 16% ഫോസ്ഫറസ്. ഫാക്ട് സിംഗിൾ സൂപ്പർ ഫോസ്ഫേറ്റിൽ 16% ഫോസ്ഫേറ്റ് അടങ്ങിയിരിക്കുന്നു. ഇത് വേരുകളുടെ വളർച്ചയ്ക്കും സൂക്ഷ്മജീവികളുടെ പ്രവർത്തനത്തിനും കൂടുതൽ അനുയോജ്യമാകുന്നു. ഇവ മണ്ണിന്റെ ഘടനയെ മെച്ചപ്പെടുത്തുകയും അവ നിലനിർത്താനും വായു സഞ്ചാരവും ജല നിലനിർത്തലും മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. സൾഫറിന് സസ്യങ്ങളുടെ മറ്റു പോഷകങ്ങളുടെ പ്രത്യേകിച്ച് നൈട്രജന്റെ ഉപയോഗം മെച്ചപ്പെടുത്താൻ കഴിയും. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FECT ഉദ്യോഗമണ്ഡൽ എറണാകുളം. ഫാക്ട് ട്രിപ്പിൾ സൂപ്പർ ഫോസ്ഫേറ്റ്. ഉയർന്ന ഫോസ്ഫറസ് സാന്ദ്രത, വേഗത്തിൽ സസ്യങ്ങൾ ആഗിരണം ചെയ്യുന്നതിനുള്ള വെള്ളത്തിൽ ലയിക്കുന്നതിന്റെ വേഗത, കാൽഷ്യത്തിന്റെ ഉറവിടം തുടങ്ങിയ ഗുണങ്ങൾ ഉള്ളതിനാൽ ഇവ മറ്റു വളങ്ങളെക്കാൾ വ്യത്യസ്തമായി നിൽക്കുന്നു. ഇത് ശക്തമായ വേരുകളുടെ വികസനം പ്രോത്സാഹിപ്പിക്കുകയും വിളയുടെ വിളവ് വർദ്ധിപ്പിക്കുകയും വരൾച്ചയ്ക്കും തണുപ്പിനും സസ്യപ്രതിരോധം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ട്രിപ്പിൾ സൂപ്പർ ഫോസ്ഫേറ്റ് വൈവിധ്യമാർന്നതും മറ്റു വളങ്ങളുമായി കലർത്താൻ കഴിയുന്നതുമാണ്. ഇത് വിവിധ വിളകൾക്കും മണ്ണിനും അനുയോജ്യമാകുന്നു. ട്രിപ്പിൾ സൂപ്പർ ഫോസ്ഫേറ്റിൽ 46% ഫോസ്ഫറസ് അടങ്ങിയിരിക്കുന്നതാണ്. ഇത് മണ്ണിലേക്ക് ഈ സുപ്രധാന പോഷകം എത്തിക്കുന്നതിനുള്ള കാര്യക്ഷമമായ മാർഗമായി മാറുന്നു. TSPയിൽ 90% കൂടുതൽ ഫോസ്ഫറസ് വെള്ളത്തിൽ ലയിക്കുന്നതാണ്. അതായത് ഇത് വേഗത്തിൽ ലയിക്കുകയും സസ്യങ്ങളുടെ ആഗിരണം എളുപ്പമാക്കുകയും ചെയ്യുന്നു.
വേരുകളുടെ വളർച്ച വർദ്ധിപ്പിക്കുന്നു. ശക്തവും ഊർജ്ജസ്വലവുമായ ഒരു വേര് സിസ്റ്റം വികസിപ്പിക്കുന്നതിന് ഇത് നിർണായകമാണ്. ഇത് ഒരു ചെടിയുടെ വെള്ളവും പോഷകങ്ങളും ആഗിരണം ചെയ്യാനുള്ള കഴിവിന് അത്യാവശ്യമാണ്. വിളവ് മെച്ചപ്പെടുത്തുന്നു. ട്രിപ്പിൾ സൂപ്പർ ഫോസ്ഫേറ്റിൽ നിന്നുള്ള മതിയായ ഫോസ്ഫറസ് മികച്ച പൂവിടൽ, കായ്ക്കൽ, ധാന്യ രൂപീകരണം എന്നിവയിലേക്ക് നയിക്കുന്നു. ഇവ സസ്യപ്രതിരോധത്തെയും വർദ്ധിപ്പിക്കുന്നു. വരൾച്ച, മരവിപ്പിക്കുന്ന താപനില തുടങ്ങിയ സമ്മർദ്ദങ്ങളെ കൂടുതൽ പ്രതിരോധിക്കാൻ TSP സസ്യങ്ങളെ സഹായിക്കും. ഫോസ്ഫറസിന് പുറമെ ട്രിപ്പിൾ സൂപ്പർ ഫോസ്ഫേറ്റിൽ കാൽഷ്യവും അടങ്ങിയിരിക്കുന്നു. ഇത് സസ്യങ്ങൾക്ക് ഒരു അധിക ഗുണം നൽകുന്ന പോഷകമാണ്. ട്രിപ്പിൾ സൂപ്പർ ഫോസ്ഫേറ്റ് ധാന്യങ്ങൾക്ക്, പഴങ്ങൾക്കും പച്ചക്കറികൾക്കും എന്നിവയുൾപ്പെടെ വിവിധ വിളകൾക്ക് അനുയോജ്യമാണ്. ഇവ എളുപ്പത്തിൽ ഉപയോഗിക്കുകയും ചെയ്യാം. ഇവ ന്യൂട്രൽ, അസിഡിറ്റി എന്നിവയുള്ള മണ്ണിനും ഫലപ്രദമായി ഉപയോഗിക്കാം. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് FECT ഉദ്യോഗമണ്ഡൽ എറണാകുളം. ഇതോടെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. FECT കാർഷികം അടുത്തയാഴ്ച വീണ്ടും ഇതേ സമയം. എല്ലാവർക്കും നമസ്കാരം. FECT കാർഷിക